ഈ കോമാടം പറയണതൊന്ന് കേട്ടോക്കി. ഹസനി ഉസ്താദിന്റെ വഅള് കേട്ട് ശംസുൽ ഉലമ എന്ന ആ മഹാമനീഷിയെ പറ്റി നിങ്ങൾക്ക് ഓർക്കേണ്ടി വന്നു. ഇതെത്തിപ്പോ പറഞ്ഞത് കോളാമ്പി നൗഷാദിന്റെ വയല് കേട്ട്. നൗഷാദിന്റെ വയലാത്രേ എവിടെ ചങ്ങായി ഓൻ വയലറിഞ്ഞിട്ടുള്ളത്? ഓൻ സ്റ്റേജ് എട്ടിയാലേ ആലിമീങ്ങളെ തെറിയും തോണിയാസം ഉച്ചരി അല്ലാതെ ഓൻ എവിടെ വയലറിനങ്ങായി. എന്നിട്ട് ഓന്റെ വയല് കേട്ടിട്ടാത്രേ EK ഉസ്താദിനെ AP ഉസ്താദ് ഓർക്കേണ്ടി വന്നത്. എടാച്ച് കള്ളനല്ല കോമാട, എന്നെ കുറിച്ച് വൈരത്തൂരുപ്പാപ്പ പറഞ്ഞില്ലേ, ഇജ് കാട്ട് കള്ളനാണ്, ഇജ് ലോക കള്ളനാണ്. അത് ലോകർക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇജ് ആ ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോ എൻ്റെ ഉടായിപ്പ്, ആ ഉടായിപ്പും പരിപാടി എല്ലാവരും കണ്ടില്ലെങ്ങായി. ആ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ ഉടായിപ്പ്, ആ അർദ്ധനഗ്നരായ മാതാമകളുടെ ഇടയിലൂടെയാണ് എൻ്റെ കളി. അതും ഇവിടെ ഈ പ്രസംഗത്തിൽ ഓ നോക്കി വലിയൊരു തലയികെട്ട് കജിലെന്തൊരു വടിയുണ്ടോ തസ്മീമാല ഇതൊക്കെ പിടിച്ചുകാണ്ട് ഗ്ലോബൽ വില്ലേജിക്ക് പോയപ്പോൾ ഈ ഹയവാന് ഈ ഹംകുൽ വടകൂസ് അവിടെ പോയത് എങ്ങനെ? ആ ക്രിക്കറ്റ് കളിക്കാരൊന്ന് തൊപ്പിയിട്ടുകാണ്ടല്ലോ പോയത്. ഇവ ഉടായിപ്പല്ലേ സുഹൃത്തുക്കളെ? എന്നിട്ട് അവിടെ പോയിട്ട് എന്താ അവൻ്റെ പണി? അതാ രസം. അർദ്ധനഗ്നരായ മാതാമകളുടെ ഇടയിലൂടെ അവൻ്റെ കറക്കം. അതാരോ അവിടുന്ന് വീഡിയോ പിടിച്ചു പുറത്തേക്ക് ഇട്ടു. ഓൻ അജ്ജേന്നായി. ഓൻ ലോകം നിയന്ത്രിക്കുന്ന ആളുമാണ്. എന്നാ ഓനെ വീഡിയോ പിടിച്ചിട്ട് ഓനൊറ്റ കാണാനും കഴിഞ്ഞില്ല. ഓൻ ലോകം ഒട്ടാകെ നിയന്ത്രിക്കുന്ന ആള്, ഓനെ വീഡിയോ പിടിച്ചിട്ട് ഓന് കാണാനും കഴിഞ്ഞില്ല. ആ വീഡിയോ പിന്നെ പുറത്തേക്ക് വന്നിട്ട് നമ്മളൊക്കെ കണ്ടപ്പോഴാണ് ഓനും കാണുന്നത്. എന്നിട്ട് ഓനത്രേ മുദബ്ബിറുലാലം. ഓൻ മുദബ്ബിറുലാലേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അർദ്ധനഗ്നരായ മാതാമകളുടെ ഇടയിലൂടെയാണ് ഇവന്റെ കളി. ഈ കളി മാലോകര് കണ്ടു. ഓൻ ബസളായി, നോളായോ. എന്നിട്ട് ബേമ്പ് എന്താ ചെയ്തിരുന്നോ, ലോകം നിയന്ത്രിക്കണ ഓനക്കിത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ട് പോലീസിൽ പരാതി കൊടുത്തിക്കുക, കേസ് കൊടുത്തിക്കുക. ഊളിപ്പുണ്ട ചങ്ങായി എനിക്ക്. എന്നിട്ട് ഓൻ ലോകം നിയന്ത്രിക്കണതാത്രേ. ലോകം നിയന്ത്രിക്കണെന്നുള്ളത് വിശുദ്ധമായ ഖുർആൻ കൊണ്ട് മറ്റേ കോളാമ്പി തെളിയിച്ചു എന്നാ പറഞ്ഞ നൗഷാദെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് AP ഉസ്താദ് EK ഉസ്താദിനെ ഓർക്കൽ തുടങ്ങിയത് ഈ കോളാമ്പി നൗഷാദ് പ്രസംഗിച്ചതിന്റെ ശേഷമാണ്. ഇവൻ നുണച്ചല്ല സുഹൃത്തുക്കളെ. അനക്കൊക്കെ ചങ്ങായിയെ ഉള്ളിക്ക് ദൂറാൻ പോയിക്കൂടെ? കോമാടനോടാ പറയുന്നത്. അനക്കന്നെ ആ തലയെക്കെട്ട് വെച്ചു ഉള്ളിക്ക് ദൂറാൻ പോ. മനസ്സിലായില്ലേ? ഈ ഉള്ളിക്ക് അഥവാ ദൂറിയിട്ടുണ്ടെങ്കിൽ ആ ഉള്ളിയാണ് കേട് വരും. പഴയ കാലത്ത് അങ്ങനെ ഒരു പഴമച്ചൊല്ലുണ്ട്, ഉള്ളിക്ക് വളമ തീട്ടാണെന്നൊക്കെ. എന്നോട് അതാ പറയാനുള്ളത്. വെറും ഉടായിപ്പ, പാച്ച നോണിച്ചി. വലിയ ഔലിയപ്പാപ്പായി നടക്കപ്പനെ ഈ പ്രസ്ഥാനത്തില് ഔലിയപ്പാപ്പായി ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടീനും. എന്നാ ഓന് ഭയങ്കര തൃപ്പതിയാ. ഇത് ആലിമീങ്ങൾ നിയന്ത്രിക്കുന്ന പ്രസ്ഥാനമല്ല. ആലിമീങ്ങൾക്ക് അറിയില്ലേ ആരാണ് ഔലിയപ്പാപ്പ എന്നുള്ളത്? അന്ന ഇതിന് പറ്റൂല, ഇജ് ഉടായിപ്പാണ്. മനസ്സിലായില്ലേ? കേട്ടോ, ഔലിയപ്പാപ്പായിട്ട് ഓൻ ഔലിയപ്പാപ്പ ആക്കാത്തോണ്ടുള്ള ഈറേപ്പതൊക്കെ. ഇപ്പൊ ഇവിടെ AP EK സുന്നികൾക്കിടയിൽ നല്ലൊരു ഐക്യമാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഇപ്പൊ നല്ലൊരു ഐക്യത്തിലാണ് സുന്നികൾ. അപ്പൊ അതിന്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഭിന്നിപ്പ് ഉടായ്പ ഉണ്ടാക്കണം. അതാണ് ഇപ്പൊ നടത്തുന്നത് ഈ ഇബിലീസിന്റെ പണി. അതിനിപ്പോ ഇബിലീസും മുസ്ലിമാകും പറഞ്ഞ് നടക്കുകയാണ് ഇപ്പൊ കോമാടന്റെ ആൾക്കാർ. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ ഇബിലീസ് നരകത്തിലാണ് ശപിക്കപ്പെട്ടിരുന്നെന്ന് പറയാ. അല്ല നൗഷാദ് അല്ലല്ല, ഇബിലീസ് മുസ്ലിമാകാൻ സാധ്യത ഉണ്ട്. ഏതാണ് ചങ്ങായി എന്റെ മതം? ഇപ്പൊ ഇബിലീസിനെയും ചേകനൂരിനെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് 2ാം ചേകനൂരായി അറിയപ്പെടുന്ന CH മുസ്തഫ മൗലവിനെ കുരുവട്ടൂർ ആലയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കൊണ്ടിരുത്തിയിട്ട് ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ടൊക്കെ വിളിക്കുക. എവിടെ എത്തി ചങ്ങായിങ്ങള്? ഇത് പുടുത്തം വിട്ട കേസല്ലേ? അപ്പൊ അതുകൊണ്ട് കോമാട എൻ്റെ കോളാമ്പി നൗഷാദ് പറഞ്ഞതിന്റെ ശേഷമല്ല AP ഉസ്താദ് EK ഉസ്താദിനെ ഓർക്കൽ തുടങ്ങി. AP ഉസ്താദ് ഇതിന്റെ മുമ്പൊക്കെ പ്രസംഗത്തിലൊക്കെ EK ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുന്നത് ഞാനടക്കം കേട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മഹാനരായ EK ഉസ്താദിനും വേണ്ടിയിട്ടൊക്കെ AP ഉസ്താദ് അക്കാലഘട്ടത്തിൽ എന്നെ ദുആ ചെയ്തതൊക്കെ ഞാൻ എത്രയോ വട്ടം കേട്ടിട്ടുണ്ട്. മാത്രമല്ല AP ഉസ്താദിന്റെ വിശ്വാസപൂർവം എന്നുള്ള പുസ്തകത്തിലെ ആ ആത്മകഥയിലെ മഹാനരായ EK ഉസ്താദിനെ കുറിച്ച് എഴുതിയതൊക്കെ ഒന്ന് വായിച്ചോ ഗംഗായി. AP ഉസ്താദ് ഈ അടുത്ത് EK ഉസ്താദിനെ എന്നെയും EK ഉസ്താദിനെയും ഭിന്നിപ്പിച്ചതിൽ ആർക്കും സങ്കടം ഉണ്ടാവുമല്ലോ. AP ഉസ്താദും EK ഉസ്താദൊക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു. അതിന്റെ അടിയിൽ ഈ വഹാബി ആളുകൾ ഇടപെട്ടുകൊണ്ടും അക്കാലത്തെ വഹാബി ലീഗും ഇടപെട്ടുകൊണ്ടാണ് ഈ ഭിന്നിപ്പുണ്ടാക്കിയത്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്.
അപ്പൊ അതൊക്കെ ഓർത്തിട്ടാണ് എപ്പിസോദ പറഞ്ഞത്. ഈ വഹാബി ലീഗ് ഇപ്പോ EK വിഭാഗം സമസ്തക്കുള്ളില് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ഉള്ള പോലെ നമ്മൾ പറയും വേണം വഹാബി ലീഗ്, അതായത് അപ്പൊ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അത്തരം കക്ഷികൾ ഇപ്പോൾ എന്താണെന്നോ, ഈ AP വിഭാഗത്തിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് ഇട്ട ഈ ഗോമാടനും ആൾക്കാരും ഉണ്ടല്ലോ, ഓരും EK വിഭാഗം സംസ്ഥയിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് ഇട്ട കുറച്ച് സുഹാബികളും ഉണ്ട്. ഓലൊക്കെ പാടെ കൂടിയാണ്ട് എന്താണ് ഈ ഐക്യത്തിന് അള്ളു വെക്കാൻ നോക്കുകയാണ്. അപ്പൊ അതിവിടെ നടക്കൂല എന്നുള്ളത് അമ്പലക്കട ഉസ്താദിന്റെയും മുസ്തഫ മുണ്ടുവാറ മാഷിന്റെ ഒക്കെ ആ ഫേസ്ബുക്കിൽ പോനെ എന്താണ് പോസ്റ്റ് നോക്കിയാൽ ആർക്കും മനസ്സിലാവും. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സുന്നികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ മറക്കാനും പൊറുക്കാനും സഹിക്കാനും കഴിയുന്നവരാണോടോ ഞങ്ങൾ സുന്നികള്. മനസ്സിലായോ? ഞാൻ അതൊക്കെ ഇവിടെ ഇങ്ങനെ കുത്തിപ്പൊന്തിച്ച് കണ്ട് ഫിത്തന ഉണ്ടാക്കിയാണ് ഇപ്പൊ ഇവരെ പണി. ആ പാമ്പേസ് മൗലവി ഉണ്ടല്ലോ സമതേ, ഓപ്പ പഴയ ഒരു പ്രസംഗം മഹാനരായ ചെറുശ്ശേരി ഉസ്താദിന്റെ ഒക്കെ കൊണ്ടുവന്നിടുക ഫേസ്ബുക്കിലെ. എന്തിയെ വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാനേ, ഇതാണല്ലോ വല്ല പണി. നേരം വെളുത്ത് വൈകുന്നേരഗോളം കുത്തിത്തിരിപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ, അതിന് ഇബിലീസിനെയും കൂട്ടുപിടിച്ച ഇബിലീസ് മുസ്ലിം ആകും എന്ന് പറയാം. അപ്പൊ അതൊന്നും ഇവിടെ ഇനി യേശൂല വട്ടൂരികളെ സുഹാബികളെ അതൊന്നും ഇനി ഇവിടെ യേശൂല. അതൊക്കെ അത്രക്കാരൊക്കെ അമ്പലക്കട ഉസ്താദിന്റെ ഫേസ്ബുക്ക് പിന്നെ എന്താണ് പോസ്റ്റ് ഒരുവിധം 3 നേരം വായിച്ചാൽ കേടുമാറും. മുസ്തഫ മാഷ മുണ്ടുവാറിന്റെ ഒക്കെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നാണ് വായിച്ചാൽ. ഓക്കെ. അപ്പൊ ഞങ്ങൾ സുന്നികൾക്കിടയിൽ മുൻകാലത്ത് ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതൊക്കെ മറക്കാനും പൊറുക്കാനും സഹിക്കുന്നവരാണോടോ ഞങ്ങൾ സുന്നികൾ. ഞാൻ അതിന്റെ അടിയിൽ എന്തത്തെ ചങ്ങായിമാരെ നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് എന്താ കാര്യം? നിങ്ങൾ ആര് വില വെക്കുന്നത്? നിങ്ങൾ സുന്യനല്ല എന്നുള്ളതാ ഞങ്ങൾ രണ്ടുകൂട്ടരും പറഞ്ഞത്. കാരണം പുടുത്തം വിട്ട കേസാ. നാളെ മറ്റന്നാളൊക്കെ ചേകനൂരായി വരേണ്ട ടീമാ. അതാണ് ചേകനൂരികളടക്കം ഇപ്പോൾ കൂട്ടുപിടിച്ചിട്ടാ പരിപാടി. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് കോമാട എന്നോട് പറയാനുള്ളത്, ഇജ്ജ് കള്ളനാണ്. എൻ്റെ ഈ ഉടായ്പൊന്നും ഇവിടെ നടക്കൂല. അന്നപ്പം ഞങ്ങളെ പ്രസ്ഥാനത്തിൽ വെച്ച് കണ്ട് വലിയൊരു ഔലിയപ്പാപ്പാക്കി കൊണ്ട് നടക്കാത്താണ് ഇപ്പം എൻ്റെ ദേഷ്യം. അതിനിടെ ചങ്ങ ഇത് ദീനുൽ ഇസ്ലാമാണ്, ഇത് സുന്നത്ത് ജമാഅത്താണ്. എൻ്റെ ഉടായ്പും പരിപാടി ഇവിടെ പറ്റൂല. അതുകൊണ്ട് എന്നെ പിടിച്ച് പുറത്ത് കിട്ടും കേട്ടോ. ഇവനെ അത് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഉടായ്പെടുത്തിന് ഉമ്മാൻ്റെ പള്ളൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഖുർആൻ ഓതിന് 3 ജുസ് ഞാൻ ഉമ്മാൻ്റെ പള്ളൻ്റെ ഉള്ളിൽ നിന്ന് മനപ്പാടാക്കി. ഇപ്പം ഇതൊക്കെ പറഞ്ഞ ആളാണ് ഇവനെ. ഈ ജാതി സൈസിനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രസ്ഥാനം പറഞ്ഞാൽ ഇങ്ങനെ ഉടായ്പല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊക്കെ മതി. കാരണം ഇവൻ ഉമ്മാന്റെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ ഓതിയെന്നും അതുപോലെ 3 ജുസ് ഉമ്മാന്റെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇഫ്ദുൽ ഖുർആൻ കോളേജ് അവിടെ ഉണ്ടാക്കിയാണ്ട് ഓതിന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ആ പരിപാടിയാണ് നടത്തിക്കൂടെ? വഹാബിയാൾ ഇങ്ങനെ പല ഉടായ്പും പരിപാടി എടുത്തിട്ടുണ്ട്. ജിന്ന് കേന്ദ്രം ഉണ്ടാക്കണം എന്നാ ബാലുശ്ശേരി പറഞ്ഞത്. പൈസ തട്ടാൻ വേണ്ടിയിട്ട് തന്നെ വഹാബിയാള് എന്താണ് ബാലുശ്ശേരി പറഞ്ഞ് കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും ജിന്ന് കേന്ദ്രം ഉണ്ടാക്കണം. അതിൻ്റെ നിങ്ങൾക്കറിയോ? മഞ്ചേരി ചരണി, ആ ചരണിയിൽ ഇതുപോലെ വഹാബികൾക്ക് ഒരു ജിന്ന് കേന്ദ്രം ഉണ്ടാക്കി. ആ ജിന്ന് കേന്ദ്രത്തില് കരുളായിലുള്ള ഒരു ഫിറോസ് ആള് മരിച്ചു. ആ കേന്ദ്രത്തിൽ ഇട്ടുകാണ്ടാ വഹാബികൾ കൊന്നത്. ഒരു ദിവസത്തിന് 10,000 ഉറുപ്പ്യ വെച്ചിട്ട് ആ ചെറുക്കനെ ഇവര് പള്ളന്റെ ഉള്ളില് വഹാബിയാളെ മനസ്സിലാക്കണം. വഹാബിയാള് പറയാണ് എൻ്റെ പള്ളന്റെ ഉള്ളില്, ഇത് ഞാൻ വെറുതെ പറയല്ല, ആ മരണപ്പെട്ടു പോയ ഫിറോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് പറഞ്ഞത്. ഇവനെ വഹാബി കേന്ദ്രത്തിലിട്ട് ഓന്റെ പള്ളന്റെ ഉള്ളില് ഗണപതി ഉണ്ട്. കോമാടൻ പള്ളന്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ മനപ്പാടാക്കി. വഹാബികൾ നോക്കിയപ്പോ പള്ളന്റെ ഉള്ളിൽ ഗണപതി ഉണ്ട്. രണ്ടും സൈസ് ഒന്നാ, മനസ്സിലാക്കണം. എന്നിട്ട് വഹാബിയാൾ പറയാത്രേ എൻ്റെ പള്ളന്റെ ഉള്ളിൽ ഗണപതി ഉണ്ട്, ആ ഗണപതിനെ പുറത്തെടുക്കണമെങ്കിൽ ഇത്ര സംഖ്യ വേണം. ദിവസത്തിന് 10,000 ഉറുപ്പ്യ വെച്ച് 26 ദിവസം ആ ചെറുപ്പക്കാരനെ അവിടെ കടത്തിയിട്ട് ആ ചെറുപ്പക്കാരനെ പോലും കൊലപ്പെടുത്തി. എന്താ വഹാബിയാൾ ചെയ്തത്? ജിന്ന് ചികിത്സാ കേന്ദ്രം. എന്നിട്ട് അത്തരം ആളുകളെ അവിടെ കൊണ്ടുപോയിട്ട് പള്ളന്റെ ഉള്ളിൽ ഗണപതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഗണപതിനെ ഒഴിവാക്കാൻ ഇവിടെ കിടക്കണം. അങ്ങനെയൊക്കെ 26 ദിവസം അവിടെ കിടത്തിയിട്ട് 2,60,000 ഉറുപ്പ്യ മുണുങ്ങി ഈ വഹാബിയാള്. ഇതൊക്കെ ഇവിടെ ചാനലിലും പത്രത്തിലും എല്ലായിടത്തും വന്നതാണ് ഞാൻ ഈ പറയുന്നത്.
അപ്പൊ ഈ വഹാബി തട്ടിപ്പാണ് കോമാട ഇവിടെ നടത്താൻ നോക്കുന്നത്. ഓ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ ഓതി എന്ന് പറഞ്ഞാണ്ട് ആ തട്ടിപ്പ്. വഹാബിയാള് വയറ്റിൻ്റെ ഉള്ളിൽ ഗണപതി ഉണ്ട് പറഞ്ഞാണ്ട് ഇങ്ങനെ ഈ തട്ടിപ്പ് നടത്താൻ നോക്കി. അപ്പൊ ഈ വഹാബിയാളെയും കുരുവട്ടൂരികളൊക്കെ കരുതിയിരിക്കുക രണ്ടും ഒന്ന് തന്നെയാണ്. ഒക്കെ വെച്ചതാ, ഒക്കെ പിടുത്തം വിട്ട കേസാ, ഓർമ്മപ്പെടുത്തുന്നു.